Nigel Farage, welcome to the Daily Tea. Thank you very much indeed for your time. How credible is Zia Yusuf's claim that you can become the next Prime Minister if you can't keep a coalition of 5 MPs in check? Well, I tell you what, we've got no chance of being the next Prime Minister if we have a party that has somebody fighting against it and behaving in a way that leads to great concern. You need unity in political parties, not big splits and divisions. And we saw that with the last Conservative government. They were absolutely riven with division. It's not going to happen to us. But are you somebody that politically assassinates his enemies? No, they normally do it to themselves through history. In this case, let's wait to see what the inquiry says. ഹലോ ഫ്രണ്ട്സ്, യു കെയിലുള്ള എല്ലാ മലയാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വീണ്ടും ഒരു ഇലക്ഷനിലേക്ക് പോവുകയാണ്. നമ്മൾ അവസാനം 2024 ജൂലൈ മാസത്തിലാണ് ഒരു ഇലക്ഷനിൽ വോട്ട് ചെയ്ത് അന്ന് ലേബർ പാർട്ടി ആ ഒരു ഇലക്ഷനിൽ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. സർ കെയർ സ്റ്റാമറിൻ്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടിയാണ് ഇപ്പോഴേ യു കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 2025 മെയ് മാസം 1-ാം തീയതി യു കെയിലെ 23 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൗൺസിൽ ഇലക്ഷനുകൾ നടക്കാനായിട്ട് പോകുന്നു. മിക്കവാറുമുള്ള യു കെയിലുള്ള എല്ലാ മലയാളികൾക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി തന്നെ നിങ്ങൾക്ക് സ്ലിപ്പുകളൊക്കെ ത്രൂ മെയിലിൽ വന്ന് കാണും, ബൈ പോസ്റ്റിൽ നിങ്ങൾക്ക് വന്ന് കാണും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുക. ഈ ഒരു വോട്ടിംഗ് രേഖപ്പെടുത്തുക നമ്മുടെ ക്രെഡിറ്റ് സ്കോർ വർദ്ധിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും തന്നെ മിസ് ചെയ്യരുത്. 2025 ഈ ഒരു കൗൺസിൽ ഇലക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തീവ്ര വലതുപക്ഷ പാർട്ടികളായ നൈജൽ ഫരാജിയുടെ റിഫോം പാർട്ടി വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നാണ് അഭിപ്രായ സർവേകൾ പറയുന്നത്. ഇന്ന് നടന്ന ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു ബൈ ഇലക്ഷനിൽ ഈ ഒരു റിഫോം യു കെ പാർട്ടി അവരുടെ സീറ്റ് തിരിച്ച് പിടിച്ചിരിക്കുന്നു. റിഫോം യു കെ പാർട്ടിയുടെ നേതാവായിരിക്കുന്ന നൈജൽ ഫരാജെ കഴിഞ്ഞ ദിവസം BBC4 റേഡിയോയുമായിട്ടൊരു അഭിമുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ അവതാരകൻ അദ്ദേഹത്തെ വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി എന്നാണ്. അതായത് യു കെയിലെ ഭൂരിപക്ഷം ആൾക്കാരും ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോഴേ കാണുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിഫോം പാർട്ടിയുടെ നേതാവായിരിക്കുന്ന നൈജൽ ഫരാജെയാണ്. ലേബർ പാർട്ടി അധികാരത്തിൽ വന്നിട്ട് ഏകദേശം 9 മാസത്തോളമായി. നമ്മൾ ഈ ഒരു 9 മാസത്തെ നമ്മളത് താരതമ്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ പുറകോട്ട് പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല ഇല്ലീഗലായിട്ടുള്ള ആൾക്കാരുടെ വലിയ രീതിയിലുള്ള വർധനമാണ് ഇപ്പോഴും യു കെയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ യു കെയിലുള്ള ഈ ബ്രിട്ടീഷുകാരായ ആൾക്കാർക്ക് ഈ പാർട്ടിയിലെ വിശ്വാസം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴ് കെയർ സ്റ്റാമറിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രചാരണങ്ങളൊക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിനായി ഒരു വോട്ട് എന്നുള്ള ഒരു കാര്യമൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് സർ കെയർ സ്റ്റാമറിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളേക്കുള്ള വോട്ടിൻ്റെ ഇലക്ഷൻ പ്രചാരണം അദ്ദേഹം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു അഭിപ്രായ സർവേയിൽ ഇപ്പോൾ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ മിക്കവാറും ഈ ഒരു റിഫോം യു കെ പാർട്ടി ആയിരിക്കും അധികാരത്തിൽ വരുന്നത്. ഏകദേശം ഒരു 5100 ചില്ലുവാനം ആൾക്കാരുടെ ഇടയിൽ നടന്ന ഒരു അഭിപ്രായ സർവേ ആയിരുന്നു. ഏകദേശം ഒരു 26% ആണ് ഈ ഒരു തീവ്ര വലതുപക്ഷ പാർട്ടികളായ നൈജൽ ഫരാജയുടെ റിഫോം യു കെക്ക് ലഭിച്ചിരിക്കുന്നത്. 23% ആണ് ലേബർ പാർട്ടിക്കും അതുപോലെ തന്നെ കൺസർവേറ്റീവ് പാർട്ടിക്കും ഇപ്പോഴേ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും യു കെയിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ റിഫോം പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ജനപിന്തുണ ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫോം പാർട്ടി യു കെയിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ട് ഇപ്പോഴും യു കെയിൽ ഉള്ള ആൾക്കാർ പുറത്ത് ചാടിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ വരുന്ന കൗൺസിൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് മനസ്സിലാകും ഈ പറയുന്ന റിഫോം പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്. 2021 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഈ ഒരു കൗൺസിൽ ഇലക്ഷനിൽ അന്ന് കൺസർവേറ്റീവ് പാർട്ടിയായിരുന്നു ഏറ്റവും കൂടുതൽ ജനപിന്തുണ ഉണ്ടായിരുന്നത്. കാരണം കോവിഡിൻ്റെ ഒരു സമയമായിരുന്നു, വാക്സിനുകളൊക്കെ വികസിപ്പിച്ച ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ബോറിസ് ജോൺസന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് ഭയങ്കര ജനപിന്തുണയായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ടായിരുന്നു അന്നത്തെ കൗൺസിൽ ഇലക്ഷനുകൾ ഈ ഒരു ടോറി പാർട്ടി വിജയിച്ചത്. ഇന്ന് നടന്ന ഒരു കൗൺസിൽ ഉപതെരഞ്ഞെടുപ്പിലും റിഫോം യു കെ വൻ വിജയമാണ് നേടിയിരിക്കുന്നത്. ഡെമോക്രാറ്റുകളെ പരാജയപ്പെടുത്തി ഏകദേശം ഒരു 44.5% വോട്ടുകളാണ് അവർ നേടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ പുതുതായിട്ട് വരുന്ന ഈ ഒരു കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ടോട്ടൽ സീറ്റുകളുടെ എണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1736 2021 നടന്ന കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ 954 എണ്ണവും വിജയിച്ചത് കൺസർവേറ്റീവ് പാർട്ടി. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് ഇലക്ഷൻ നടന്നത്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി അന്ന് വൻ വിജയമായിരുന്നു
ടോറികൾ നേടിയത്. ലേബർ പാർട്ടിക്ക് ഏകദേശം 295 സീറ്റുകളും, ലിബറൽ ഡെമോക്രാറ്റിന് 222, സ്വതന്ത്രർക്ക് 173, ഗ്രീൻ പാർട്ടിക്ക് 42, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്ന റിഫോം പാർട്ടിക്ക് അന്ന് 23, അതായത് കേവലം 1% മാത്രവുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും വോട്ടുകളൊക്കെ നേടിയത് 2021 1% വോട്ട് നേടിയ റിഫോം പാർട്ടിയാണ് ഇനിയിപ്പോൾ അധികാരത്തിലേക്ക് വരുമെന്നുള്ള ഒരു വലിയൊരു പ്രതീക്ഷയിൽ ഇപ്പോൾ നിൽക്കുന്നത്. അത്രയ്ക്ക് ജനപിന്തുണയാണ് ഇപ്പോഴും UK റിഫോം പാർട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ഒരു കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ നൈജൽ ഫറാജയുടെ നേതൃത്വത്തിലുള്ള റിഫോം പാർട്ടി 1630 സ്ഥാനാർത്ഥികളുടെ, അവരുടെ പാർട്ടിയിലുള്ള 1630 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്നാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. ലേബർ 1540 സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ഈ പറഞ്ഞ കൺസർവേറ്റീവ് പാർട്ടികൾ 1594 സ്ഥാനാർത്ഥികളെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ ഒരു കൺസർവേറ്റീവ് പാർട്ടിയുടെ അവസാന സമയത്താണ് നമ്മളുടെ ഇന്ത്യൻ വംശജനായ പ്രധാനമന്ത്രിയായ ഋഷി സുനക് ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരെ റുവാണ്ടയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതിയൊക്കെ ആവിഷ്കരിച്ചത്. പക്ഷേ ഈ ഒരു ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ അത് അവർ സ്ക്രാപ്പ് ചെയ്തു. അതൊക്കെ ബ്രിട്ടീഷുകാരായ ആൾക്കാരുടെ ഇടയിൽ വലിയ രീതിയിലാണ് ഈ ഒരു ലേബർ പാർട്ടിയുടെ പിന്തുണ കുറയുന്നതിന് കാരണമായത്. അതുപോലെ തന്നെ ഇതേപോലെയുള്ള ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർക്ക് വലിയ രീതിയിലാണ് സപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മില്യൺ കണക്കിന് പൗണ്ടാണ് ലേബർ പാർട്ടി ഇതേപോലെ വരുന്ന ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ദിവസവും ചെലവഴിച്ചുകൊണ്ടിരുന്നത്. തന്നെ അവർക്ക് വേണ്ടിയൊക്കെ പുതിയ വീടുകളൊക്കെ പണിയാനുള്ള പദ്ധതിയൊക്കെ ആവിഷ്കരിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ലേബർ പാർട്ടിയുടെ നില വളരെയധികം പരിതാപകരമാണ്. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ വോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ UK അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എന്ന് പറഞ്ഞാൽ ഒന്നി കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ്, അതിനുശേഷമാണ് BJP എന്ന് പറയുന്ന ഒരു പാർട്ടി ഉദിച്ചുയർന്ന് ഇപ്പോഴ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. അതേപോലെയൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇത്രയും നാളെ നമ്മൾ കൺസർവേറ്റീവ് അല്ലെങ്കിൽ ലേബർ, അപ്പോൾ ഒരു പ്രാവശ്യം കൺസർവേറ്റീവ് നമ്മൾ വോട്ട് കൊടുക്കും, അത് കഴിയുമ്പോൾ നമ്മൾ ലേബറിന് കൊടുക്കും, അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അവർക്ക് ജനപിന്തുണ ലഭിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇല്ലീഗൽസിനെ അവർ തക്കതായിട്ടുള്ള രീതിയിൽ അതിനെ മാനേജ് ചെയ്യുമെന്ന് റിഫോം പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രമുഖനായ, അതായത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന നൈജൽ ഫറാജെ പറഞ്ഞതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരായിട്ടുള്ള ആൾക്കാർ ഈ റിഫോം പാർട്ടിക്ക് വലിയ രീതിയിൽ പിന്തുണ നൽകുന്നത്. എന്തായാലും ഈ ഒരു മെയ് 1 ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും UK ലേബർ പാർട്ടിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും, എത്ര നാൾ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന്. എന്തായാലും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ലേബർ പാർട്ടി അധികാരത്തിൽ വന്നത്. അപ്പോൾ അവർക്ക് എന്തായാലും 5 വർഷം ഭരിക്കാനുള്ള അവകാശം ഇപ്പോഴുണ്ട്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ അതേപോലെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിൽ മാത്രമേ അവർക്ക് ഭരണം അവരുടെ നഷ്ടപ്പെടുള്ളൂ. അങ്ങനെ ഭരണം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഇപ്പോൾ UK ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ മലയാളികളായിട്ടുള്ള ധാരാളം മത്സരാർത്ഥികൾ പല കൗൺസിലുകളിലും ഇപ്പോൾ നിൽക്കാനായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും തന്നെ വോട്ട് ചെയ്യാനായിട്ട് പോകണമെന്നാണ് നമ്മളുടെ ഒരു അഭ്യർത്ഥന. കാരണം നിങ്ങൾ വോട്ട് ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇനിയിപ്പോൾ ഏത് പാർട്ടിക്കായാലും നിങ്ങൾ പോയിട്ട് നിങ്ങൾ വോട്ട് കൊടുക്കുക. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് വോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പോയി വോട്ട് ചെയ്യുക. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.